ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഏതൊക്കെ വീഡിയോസിലൂടെ കമൻറ്റ്സ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഹെയർ കെയർ വലുതായിട്ട് അങ്ങോട്ട് ചെയ്യാറില്ല, സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് പാക്ക് ഇട്ട് കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു കുഞ്ഞു ബൗളിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവ ഇട്ട് കൊടുക്കണം. നമ്മുടെ ഹെയർ എത്രത്തോളം ഉണ്ട് അത്രത്തോളം ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉലുവ എടുക്കണം. എന്നിട്ട് നന്നായിട്ട് ആ ഉലുവ ഒന്ന് കഴുകണം കേട്ടോ. എന്നിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ വലിയൊരു ബൗളിനകത്തോട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ഉലുവ ഈ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഒരു അരിപ്പയിലൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഹെയർ കെയർ ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ ആയിരിക്കും. ഇത് നമ്മൾ ഓവർനൈറ്റ് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കും കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു സാധനം കുതിർക്കാൻ ഇട്ടിരുന്നത് ഉച്ച സമയത്താണ്. അപ്പോൾ അത്രയും നമുക്ക് നേരം കുതിർന്ന് കിട്ടും, ഉലുവയൊക്കെ നല്ല പൊങ്ങി വരും. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ആ ഒരു ഉലുവ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലിഡ് വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മളത് നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യത്തിനുള്ള ടെക്സ്ചർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളവും ഉലുവയായിട്ടുള്ള മിക്സർ മാത്രം പോരാ, നമുക്ക് ഹെയർ പാക്കിന് വേണ്ടിയിട്ട് ഒരു മുട്ടയും ഒരു സവാളയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് ചെമ്പരത്തിൻ്റെ കുറച്ച് ഇലകളാണ്. അതിൻ്റെ ഞെട്ടൊട്ടി മാറ്റിയിട്ട് ഇല മാത്രം മതി. അത് നല്ലതായിട്ട് കഴുകിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വലിയ മിക്സിയുടെ ജാർ എടുത്തിട്ട് മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് സെപ്പറേറ്റ് ആക്കി ഒന്ന് ഇടാം കേട്ടോ. പിന്നെ ഞാൻ ഓർത്തത് സവാള അരിഞ്ഞ് നീരെടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു സവാള എടുത്തിട്ട് കുറച്ച് പീസാക്കിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് ലോ ഹൈ സ്പീഡ് അങ്ങനെ ആ ഒരു രീതിയിൽ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കരുത്, ആക്കി എടുത്തിട്ട് നമ്മളൊരു ആ ഒരു വലിയ മിക്സിയുടെ ജാറിലോട്ട് ഈ സവാളയുടെ നീരൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ. വേണ്ടത് ഞാൻ വലിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഫോക്കസ് ആവാത്ത കാര്യം ഞാൻ പിന്നെയാണ് അറിയുന്നത്, കാരണം ഞാൻ ട്രൈപോഡിലല്ലേ ഞാൻ ഇത് യൂസ് ആക്കുന്നത്, ക്യാമറ ഞാൻ നോക്കുന്നേ ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇല ഇട്ടു. അവസാനം വേണ്ട നമ്മുടെ ഉലുവ കഞ്ഞിവെള്ളം മിക്സ്ചറും ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തായിരുന്നു, പക്ഷേ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ഞാൻ വിചാരിച്ച് അത് വീഡിയോ റെക്കോർഡിംഗ് ആണെന്ന് വിചാരിച്ചു, പക്ഷേ റെക്കോർഡിംഗ് അല്ലായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളം കൂടെ എടുത്ത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടും അത് ഇത്രയും ഭയങ്കര തിക്നെസ്സോട് കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പേസ്റ്റ്. അവസാനത്തെ നമ്മുടെ ഒരു ഹെയർ പാക്ക് ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ എല്ലാം മിക്സിനകത്തുനിന്ന് ഫുൾ എടുത്ത് കൈ വെച്ച് കാണിച്ച് ബൗളിലോട്ട് ഇട്ടിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പാക്കൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തു. ഈ ഒരു പാക്ക് ഇട്ടാലുള്ള ഗുണമെന്ന് പറയുമ്പോൾ നമ്മൾ ചടക്കൊക്കെ എടുക്കുമ്പോൾ മുടി ഒരുപാട് ചിലവർക്ക് വരും. എനിക്കങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അതായത് ചീപ്പിനകത്ത് എക്സസ് ആയിട്ടുള്ള കുറേ മുടി വരും. അപ്പോൾ മുടി പൊഴിയാതിരിക്കാനും പുതിയ മുടി വളരാനും കൂടാണ് കേട്ടോ ഈ ഒരു പാക്ക്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന തൊട്ട് മുടി കൊഴിയുന്നതും നിർത്തും, പുതിയ മുടി വളരുകയും ചെയ്യും. അപ്പോൾ എൻ്റെ മുടിയിൽ പാക്കിട്ടിരുന്നത് എൻ്റെ അമ്മ നമ്മൾ പാക്കിടുന്നതിന് മുന്നേ എണ്ണ തേക്കണം. ഇവിടെ അനു ഇരിപ്പുണ്ട്. ഹായ് അനു. ഗൈസ്, ഐ തിങ്ക് അനു ഈസ് ഇൻ പിണക്കം. എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഹായ് അനു പറ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പാക്ക് ഇടാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പാക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ പാക്ക് ഇടുന്നതിന് മുന്നേ എണ്ണ തേക്കുന്നതിന് മുന്നേ നമ്മുടെ മുടിയിലെ ചടക്കൊക്കെ കളഞ്ഞേക്കണം. എന്നിട്ടാണ് നമ്മൾ പാക്ക് ഇടാൻ. അത് കഴിഞ്ഞിട്ട് എണ്ണ തലേ പിടിച്ചിട്ട് വേണം, അല്ലെങ്കിൽ എണ്ണ തേച്ചിട്ട് ഉടനെ തന്നെ പാക്ക് ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ അമ്മ അത് വന്നിരുന്നു. ആദ്യം എണ്ണ തേക്കുമ്പോൾ കിണ്ണം കാണീര്. ഇതാണ് ഗൈസ് ആ കിണ്ണം. കിണ്ണത്തിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് സ്കാൽപ്പിലെടുത്ത് തേക്കണം കേട്ടോ. ഇതിന് മുന്നേ ഞാനൊരു ഹെയർ കെയർ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹെയർ പാക്കൊക്കെ ഇട്ടത്. അത് നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഇതും അടിപൊളിയാണ്. ആരോ കമൻസിലൂടെ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സത്യം പറയട്ടെ, ഞാൻ ഹെയർ കെയർ ചെയ്യാറുണ്ടോ അമ്മ?
ഹെയറിനെ കെയർ ചെയ്യാറുണ്ടോ? ഇല്ല, ഒട്ടും ഇല്ല. ഒട്ടും കെയർ ചെയ്യാത്തോണ്ടാ ഇത്രയും ഇതായിട്ടിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒത്തിരി മുടി ഉണ്ടായിരുന്നു പണ്ട് മീൻസ് ഞാൻ 10+1 ആ സമയത്ത് ഒത്തിരി മുടി ഉണ്ടായിരുന്നു. എൻ്റെ അഹങ്കാരം കാരണം ഞാനെങ്ങ് തന്നെ കയറ്റി വെട്ടി. അപ്പം നീളം കുറഞ്ഞ് പിന്നെ അമ്മ ഞങ്ങളെ നമ്മൾ ബാംഗ്ലൂർ പോകുന്ന സമയത്ത് അതൊന്നും വെട്ടിയതൊന്നും ലെവലാക്കി. പിന്നെ മുടി വെട്ടിയിട്ടേ ഇല്ല, അല്ലേ അമ്മ? അനു വെട്ടത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അനുവിൻ്റെ മുടി അനു വെട്ടത്തില്ല എന്നാണ് പറഞ്ഞത്. വെട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ മുടിയൊക്കെ പണ്ട് ഇത്ര ഉള്ളായിരുന്നു, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ മുടി, കുഞ്ഞു മുടികൾ. അതെല്ലാം ഞാൻ ഒന്ന് വളർന്നു വരുമ്പോൾ അത് ഞാൻ ലെവലാക്കാൻ വേണ്ടി വെട്ടി കളയുമായിരുന്നു. 2 സൈഡ് ഞാൻ വെട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ അത് എണ്ണ തേച്ച് ഇപ്പോൾ ഇത്രയും മുടി ഇവിടം വരെ ആയി. ആ മുടി ഇനിയും വളരണം. ഈ സത്യം പറഞ്ഞാൽ തലയിൽ എണ്ണ തേക്കുന്ന ഒരു കാര്യം ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, അല്ലേ അനുകുട്ടി? തലയിൽ എണ്ണ തേക്കാറില്ല, ഒട്ടും തേക്കാറില്ല. തേക്കാത്തോണ്ട് തേക്കുന്ന തന്നെ അനുക്കുട്ടിയെ നല്ലതായിട്ട് തല പിടിക്കുന്ന രീതി തേക്കുന്നത് അനുക്കുട്ടിയെ. അല്ലാതെ ഞാൻ വെറുതെ മുടിയിൽ തേക്കത്തേ ഉള്ളൂ, മുടിയിൽ ലെങ്ത്തിലും ഒക്കെ. പിന്നെ ഞാൻ റോസ്മേരി ഉപയോഗിക്കും കേട്ടോ, ഹെയർ കെയറിന് വേണ്ടിയിട്ട്. അതായത് റോസ്മേരി, ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. ഇവിടെയൊക്കെ എനിക്ക് മുടി കുറവാണ്. ഞാൻ ഇവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും രാത്രി കിടക്കുന്നതിന് മുന്നേ, എന്നിട്ട് അങ്ങ് കെട്ടിവെക്കും. അപ്പോൾ എനിക്ക് കുറേ ബേബി ഹെയർസൊക്കെ കിളിക്കും. ഇതൊക്കെ ബേബി ഹെയർ കണ്ടോ. അപ്പം നമുക്ക് എണ്ണ തേച്ചിട്ട് കാണാം. ഗൈസ്, എണ്ണ മുടി മൊത്തം എണ്ണ തേച്ച് എവിടെ തൊട്ടാലും എണ്ണ. അപ്പം ഇനി നമ്മൾ പാക്ക് ഇടാൻ പോവാം. അതിൻ്റെ പച്ച കളർ നമ്മൾ ചെമ്പരത്തി ഇല ഇട്ടോണ്ടാട്ടോ പച്ച കളർ. അപ്പം നമ്മൾ ആദ്യമായിട്ട് മുടി രണ്ടിനെയും ഡിവൈഡ് ആക്കിയിട്ട് ഓരോ സെക്ഷൻ ആക്കി എടുക്കാം. എന്താ അനുമോള് അതുകൊണ്ട് അവിടെ അനുമോള് കാറ് കഴുകിയിട്ട് ആ ചവിട്ടുന്ന സാധനം എടുത്ത് എൻ്റെ ദേഹത്ത് വീണത്. ചവിട്ടുന്ന സാധനം കഴുകിയിട്ടത് അനുമോള് വെരി അനുമോക്ക് ഇതൊക്കെ മൂഡ് തോന്നിയാലേ ഇതൊക്കെ ജോലി ചെയ്യത്തുള്ളൂ കേട്ടാ, ഇല്ലെങ്കിൽ ഒരു വക ചെയ്യത്തില്ല. എന്തോ ഇനിയേ നമ്മൾ ഷാമ്പു ഇട്ടാണ് അമ്മ കഴുകുന്നത്. ഇത് നോർമലായിട്ട് കഴുകുക കേട്ടോ, ഷാമ്പു തേക്കണോ വേണ്ട. എനിക്കാണെങ്കിൽ എൻ്റെ മുടിയിൽ ഒരുപാട് എണ്ണ ആയിട്ടുള്ളതും ഒരുപാട് ഷാമ്പു ആയിട്ടുള്ള മുടിയും എനിക്ക് ഇഷ്ടമല്ല. രണ്ടും സമമായിട്ട് നിൽക്കണം. താരൻ മാറാനും നല്ലതാ. താരൻ മാറാൻ അടിപൊളി. എൻ്റെ ഇവിടൊക്കെ വീഴുന്നു, മാറ്റ്. ഭയങ്കര സ്മെല്ലായിരിക്കും ഇതിന്. മറ്റേ സവാളയുടെ ഒക്കെ ഉണ്ടല്ലോ, സവാള മുട്ട. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ, സൂപ്പർ തണുപ്പ്. കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ മുടിക്ക് അടിപൊളി സാധനമാണ്. മുടിക്കല്ല, ഡാൻഡ്രഫ് മാറാൻ നല്ലതാ കഞ്ഞിവെള്ളവും. അതുപോലെ കുളിർമ. മേത്തിദാന എന്ന് വെച്ചാ ഇവരോരോ നീ ഹിന്ദി പറഞ്ഞ എനിക്കെങ്ങനെ മനസ്സിലായി? മലയാളത്തിൽ പറ. അതിന്റെ മലയാളം ആലോചിക്കുക. ഉലുവ അടിപൊളിയാ. ഇതൊക്കെ എന്ത് തന്നെ തേക്ക്, നല്ല അടിപൊളി തണുപ്പുണ്ട് കേട്ടാ. ഇല്ല, പച്ചമുളക് അരച്ച് വെച്ചൊരു ഫീല്. കുറച്ച് എടുത്തിട്ട് ഓരോ ഭാഗത്തും തേക്കും കേട്ടാ. കുഞ്ഞിരി ഇപ്പം സമയം 4:10. 5 മണിയാകുമ്പോൾ ട്യൂഷൻ പിള്ളേർ വരും. അവർ വരുമ്പോഴത്തേക്കും
അവർ വരുന്നതിന് മുന്നേ എനിക്കിത് എങ്ങനെയെങ്കിലും ഉണക്കി 20 മിനിറ്റ് മാക്സിമം ഇരിക്കണേ. കൂടിപ്പോയ സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂർ, മാക്സിമം 20 മിനിറ്റ്സ് ഇരുന്നിട്ട് വേണം കഴുകിക്കളയാൻ. ഇനിയിപ്പോൾ അവർ വരുന്നതിന് മുന്നേ എനിക്ക് ഇത് തേച്ച് ഉണങ്ങിയിട്ട് വേണം എനിക്ക് പോയി കുളിച്ച് പിള്ളേർ വരുന്നതിന് മുന്നേ വന്നിരിക്കാൻ. ഗൈസ് ഫൈനലി മുട്ട അടിച്ച പോലെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളവസാനം ഹെയർ പാക്കൊക്കെ ഇട്ടു. അയ്യോ നല്ല തണുപ്പുണ്ട്, നല്ല സുഖമുണ്ട്. നമ്മളിങ്ങനെ സുഖിച്ചിരുന്നാൽ പോരാ, നമുക്ക് അടുത്ത പണികൾ ചെയ്യാനുണ്ട്. ഞാൻ ഹെയർ പാക്ക് ഇടുന്ന ഫുൾ എടുത്തില്ല, കാരണം എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, കുറച്ച് ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ പെട്ടെന്ന് എല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയെന്ന് പറയുമ്പോൾ എന്തോ പരിപാടി അമ്മ? ഇനിയൊന്നുമില്ല, ഇനി നമുക്കിത് ഉണങ്ങണം, ഡ്രൈ ആവണം, അതാണ് പാട്. എല്ലാം തേച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറയാം, ഉലുവ പോവാൻ ഭയങ്കര പാടാകും കേട്ടോ, ഇങ്ങനെ പറയുന്നു. എനിക്കറിയാമോ, ഞാൻ അതൊന്നും തേക്കാറില്ല വലുതായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഫാനിൻ്റെ അടി ഇരിക്കട്ടെ, പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം എനിക്കൊന്ന് കുളിച്ച് കഴിയാൻ, കുളിച്ച് നല്ല സുന്ദരി കുട്ടിയാവാൻ. എന്നിട്ട് വേണം നിങ്ങളെ എൻ്റെ മുടി കാണിച്ചു തരാൻ. അപ്പോൾ ഇത് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് എനിക്ക് കുറച്ചുകൂടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പോയി അതൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് വരാം. ബൈ. സോ ഗൈസ്, നമ്മൾ മുടി കഴുകാൻ വേണ്ടി ബാക്കിലോട്ട് വന്നു. എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് എൻ്റെ പിള്ളേരിന്ന് നേരത്തെ വന്നു. 5 മണിക്ക് ട്യൂഷൻ വെച്ചിട്ട് 5 മണിക്ക് മുന്നേ വന്നു. സാധാരണ ഈ ഒരു കാര്യം നടക്കാത്തതാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ദേവൻ ആൻഡ് മിൻഹാജ് വല്ലപ്പോഴേ വരത്തുള്ളൂ, കാരണം കൊച്ചിന് പനിയാണ്. അപ്പോൾ മൻഹ വന്നിട്ടുണ്ട്, മൻഹ വെളിയില്ല, നന്ദന വന്നില്ല, നവനീതെന്തേ എന്തോ ആയാലും നിങ്ങൾ പടി, ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം. അപ്പോൾ ഗൈസ്, ഞാൻ മുടി നനയ്ക്കാൻ പോവാം. അത് ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല, കാരണം എനിക്ക് സമയമില്ല, പിള്ളേർ വന്നു. അപ്പോൾ ഞാൻ അനിക്കുട്ടി എനിക്ക് വീഡിയോ എടുത്തു തരും, ഞാൻ എൻ്റെ മുടി കഴുകും. അല്ലേ അനിക്കുട്ടി? കമോൺ അനിക്കുട്ടി, കമോൺ അനിക്കുട്ടി, കമോൺ. പട്ടി ബാ ഗൈസ്, ഞാൻ മഗ്ഗും കൊണ്ട് റെഡി, അനിക്കുട്ടി ക്യാമറയും കൊണ്ട് റെഡി. എൻ്റെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് മുടി അഴിക്കാം. ഞാൻ പറഞ്ഞില്ല, ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഉണക്കണേ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണേ. എന്നാലും അരമണിക്കൂറിൽ കൂടുതൽ ഇരുന്നില്ലേ? അരമണിക്കൂർ 1 മണിക്കൂറായി. പക്ഷേ മുടി ഇത് ഡ്രൈ ആയില്ല കേട്ടോ. വെള്ളം പോന്നു. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ബാക്കിലോട്ട് പോകും, ഇങ്ങനെ വിചാരിക്കും, ഞാൻ ഫുൾ കുളിച്ച് കഴിഞ്ഞു. നോ ഗൈസ്, ഇതിനകത്ത് മൊത്തം പൊടിയായി, വൃത്തികെട്ട തലക്കകത്ത് മൊത്തം പൊടിയാ. ചുറ്റു പൊന്നാൻ കണ്ടോ? എൻ്റെ തലയൊന്നും നോക്കാതെ ചുറ്റു പൊന്നാൻ എന്തുവാ ഉള്ളി തൊലിക്കുന്നു. എൻ്റെ തലയെ കുറിച്ച് എന്തായാലും ഇതുണ്ടോ ചുറ്റുവിന് എൻ്റെ മുടി ഭയങ്കര ഇഷ്ടമാട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഫുള്ള് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി സുന്ദരി കിട്ടിയിട്ട് വരാം. അപ്പോൾ എന്നിട്ട് മുടിയെല്ലാം ഉണക്കിയിട്ട് ഞാൻ മുടി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. സോ ഗൈസ്, അങ്ങനെ ഞാൻ കുളിച്ച് എന്നിട്ട് പിള്ളേരെ പഠിപ്പിച്ചു. അപ്പോഴത്തേക്കും മുടിയൊക്കെ അങ്ങ് ഉണങ്ങി ഓൾമോസ്റ്റ് ഡ്രൈ ആവാറായി. പിന്നെ നമ്മൾ ഏതൊരു ഹെയർ പാക്ക് ഇട്ടാലും നമ്മുടെ മുടിക്കകത്ത് മറ്റേ പൊടി പോലത്തെ സാധനം കാണുമല്ലോ, അതെൻ്റെ മുടിയിലുണ്ട്. അത് പിന്നെ ഞാനെല്ലാം പിന്നെ അത് ഞാൻ എല്ലാം തട്ടിക്കളഞ്ഞു. അപ്പോൾ പിള്ളേരെ ട്യൂഷൻ എടുത്ത് കഴിഞ്ഞു, അവർ പോകാൻ വേണ്ടി നിൽക്കും കേട്ടോ. അപ്പോൾ എത്രയായി? 7:45 സമയം. അത്രയൊക്കെ ആയി. നമ്മൾ ക്യാമറ പഠിക്കുന്നത് അമ്മയല്ല, നന്ദന ചേച്ചിയാണ്. നന്ദന ചേച്ചി ഇപ്പോൾ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ. സ്മിതേൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അന്നത്തെ ഒരു ഹെയർ പാക്കിൽ നന്ദന ചേച്ചിയായിരുന്നു എൻ്റെ ക്യാമറാമാൻ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മുടിയുടെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അപ്പൊ ഇതാണ് നമ്മുടെ മുടിയുടെ അവസ്ഥ. നല്ല അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മുടി ഫുള്ള് ഉണങ്ങിയിട്ടില്ല. ഈ ഭാഗത്തൊക്കെ ഇനിയും ഉണങ്ങാനുണ്ട്. എന്നാലും പെട്ടെന്ന് വീഡിയോ എടുത്തങ്ങ് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ ഇവിടെയൊക്കെ നല്ലതായിട്ട് ഉണങ്ങി.
നമ്മൾ മറ്റേ മുട്ടയുടെ വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് നല്ല ഷൈനിങ്ങും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ മുടി തൊടുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഏതോ ഒരു കുട്ടി കമന്റ്സിലൂടെ അറിയിച്ചു ഹെയർ കെയർ വീഡിയോ ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു, പിന്നെ വീണ്ടും ചോദിച്ചു, പിന്നെ ഞാൻ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. പാവം തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടെ കാണുന്നവർക്ക് കൂടെ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ്. എനിവേസ് നമ്മുടെ ഹെയർ കെയർ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ ദി വ്ലോഗ്. ബൈ. നിങ്ങൾ ഈ ഒരു ഹെയർ കെയർ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിലൂടെ കമന്റ്സ് അറിയിക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അത്രേ ഉള്ളൂ.